ഇന്ത്യൻ റോഡ് നിയമങ്ങളെക്കുറിച്ചും ട്രാഫിക് സുരക്ഷാ മാനദണ്ഡങ്ങളെക്കുറിച്ചുമുള്ള അടിസ്ഥാനപരമായ അറിവുകൾ ഉറപ്പാക്കുന്നതിനായി ഡ്രൈവിംഗ് ലൈസൻസിന് മുന്നോടിയായുള്ള ലേണേഴ്സ് ലൈസൻസ് പരീക്ഷാ രീതിയിൽ രാജ്യവ്യാപകമായി കൊണ്ടുവന്ന പരിഷ്കാരങ്ങൾ ഇപ്പോൾ അപേക്ഷകരെ വലിയ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെന്റർ രൂപകൽപ്പന ചെയ്ത പുതിയ ഓൺലൈൻ ചോദ്യാവലി സമ്പ്രദായത്തിൽ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി ഇടയ്ക്കിടയ്ക്ക് ഉൾപ്പെടുത്തിയ കാപ്ച ചോദ്യങ്ങളാണ് കൂട്ടത്തോൽവിക്ക് പ്രധാന കാരണമായി അപേക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. മുൻപ് എളുപ്പത്തിൽ പാസ്സായിരുന്ന ലേണേഴ്സ് പരീക്ഷയിൽ ഇപ്പോൾ ജയിക്കുന്നവരുടെ എണ്ണം കുത്തനെ കുറഞ്ഞതോടെ ലൈസൻസ് നേടാൻ മാസങ്ങൾ കാത്തിരിക്കേണ്ട ദുരവസ്ഥയിലേക്ക് അപേക്ഷകർ എത്തിച്ചേർന്നിരിക്കുന്നു. പുതിയ പരിഷ്കാരം അനുസരിച്ച് ലേണേഴ്സ് ലൈസൻസ് പരീക്ഷയിൽ ചോദ്യങ്ങളുടെ എണ്ണം 20-ൽ നിന്ന് 30 വർദ്ധിപ്പിച്ചു. ഈ 30 ചോദ്യങ്ങളിൽ കുറഞ്ഞത് 18 എണ്ണത്തിന് ശരിയായ ഉത്തരം നൽകിയാൽ മാത്രമേ ഒരാൾക്ക് പരീക്ഷയിൽ വിജയിക്കാൻ സാധിക്കൂ. എന്നാൽ ചോദ്യങ്ങളുടെ എണ്ണം വർദ്ധിച്ചതിനേക്കാൾ അപേക്ഷകർക്ക് ഏറ്റവും വലിയ വെല്ലുവിളിയാകുന്നത് ഉത്തരങ്ങൾ കാപ്ച രൂപത്തിൽ നൽകേണ്ടി വരുന്നതാണ്. ഓൺലൈൻ പരീക്ഷയുടെ ഓരോ 3 സാധാരണ ചോദ്യങ്ങൾക്കു ശേഷം അടുത്ത ചോദ്യത്തിന്റെ ഉത്തരം നൽകേണ്ടത് ഒരു കോംപ്ലക്സ് കാപ്ച കോഡ് കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്ത് നൽകിക്കൊണ്ടാണ്. ഇംഗ്ലീഷിൽ വലിയ അക്ഷരങ്ങൾ, ചെറിയ അക്ഷരങ്ങൾ കൂടാതെ അക്കങ്ങൾ എന്നിവയെല്ലാം ഇടകലർന്ന സങ്കീർണമായ കോഡുകളാണ് ഈ കാപ്ച വരുന്നത്. 30 ചോദ്യങ്ങൾക്കുള്ള പരീക്ഷയിൽ ഏകദേശം 9 തവണയെങ്കിലും അപേക്ഷകർക്ക് ഈ കാപ്ച ഉത്തരമായി നൽകേണ്ടി വരും. ഒരു സാധാരണ ചോദ്യത്തിന് ഉത്തരം നൽകാൻ 30 സെക്കൻഡാണ് അനുവദിച്ചിട്ടുണ്ടെങ്കിൽ കാപ്ച ഉത്തരമായി നൽകേണ്ടി വരുന്ന ചോദ്യങ്ങൾക്ക് 45 സെക്കൻഡാണ് അനുവദിച്ചിട്ടുള്ളത്. എന്നാൽ കമ്പ്യൂട്ടർ ടൈപ്പിംഗിൽ വേഗത കുറവുള്ളവർക്കും സാങ്കേതിക പരിജ്ഞാനം കുറവുള്ള മുതിർന്ന പൗരന്മാർക്കും പ്രത്യേകിച്ച് ഗ്രാമീണ മേഖലയിലുള്ളവർക്കും ഈ സമയപരിധിക്കുള്ളിൽ സങ്കീർണമായ കാപ്ച കോഡുകൾ തെറ്റുകൂടാതെ ടൈപ്പ് ചെയ്ത് ഉത്തരം നൽകാൻ സാധിക്കുന്നില്ല. ഇതാണ് കൂട്ടത്തോൽവിക്ക് വഴിവെക്കുന്നത്. പരീക്ഷ എഴുതുന്നവരിൽ ഏകദേശം 80% പേർക്കും അനുവദിച്ചിരിക്കുന്ന സമയത്തിനുള്ളിൽ 30 ചോദ്യങ്ങൾക്കും ഉത്തരം നൽകി പരീക്ഷ പൂർത്തിയാക്കാൻ സാധിക്കുന്നില്ലെന്നാണ് അപേക്ഷകർക്കിടയിൽ നിന്ന് ഉയരുന്ന പ്രധാന പരാതി. കാപ്ച ടൈപ്പ് ചെയ്ത് സമയം കളയുന്നത് കാരണം പലപ്പോഴും വിജയിക്കാൻ ആവശ്യമായ 18 ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നതിന് മുമ്പ് തന്നെ പരീക്ഷയുടെ സമയം അവസാനിക്കുന്നു. പരീക്ഷയിൽ പരാജയപ്പെടുന്നവർ വീണ്ടും അപേക്ഷിക്കണം. നിലവിലെ സാഹചര്യത്തിൽ ലേണേഴ്സ് പരീക്ഷ എഴുതുന്നതിനായി വീണ്ടും ഒരു തീയതി ലഭിക്കാൻ ദിവസങ്ങളോ ആഴ്ചകളോ കാത്തിരിക്കേണ്ടി വരുന്നുണ്ട്. ലേണേഴ്സ് ലൈസൻസ് ലഭിച്ചാൽ മാത്രമേ ഒരാൾക്ക് ഡ്രൈവിംഗ് ടെസ്റ്റിൽ പങ്കെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നതിനാൽ പരീക്ഷാഫലം വൈകുന്നത് മൊത്തത്തിലുള്ള ഡ്രൈവിംഗ് ലൈസൻസ് പ്രക്രിയയെ തന്നെ താളം തെറ്റിക്കുന്നു. പലതവണ പരീക്ഷ എഴുതിയാലേ ലേണേഴ്സ് ലൈസൻസ് നേടാൻ സാധിക്കൂ എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിയത് വിദ്യാർത്ഥികളെയും ജോലിക്കാരെയും വലിയ ബുദ്ധിമുട്ടിലാക്കിയിരിക്കുകയാണ്. ഒരു തവണ തോറ്റാൽ അടുത്ത പരീക്ഷാ തീയതിക്കായി മാസങ്ങൾ കാത്തിരിക്കേണ്ടി വരുന്നതിനാൽ ജോലിക്ക് പോകുന്നവർക്കും വിദ്യാർത്ഥികൾക്കും വീണ്ടും വീണ്ടും അവധിയെടുക്കേണ്ട അവസ്ഥ വരുന്നു. ഈ പരിഷ്കാരങ്ങൾ അപേക്ഷകരെ ബുദ്ധിമുട്ടിലാക്കുന്നുണ്ടെങ്കിലും അധികൃതർ ഈ മാറ്റങ്ങൾക്ക് പിന്നിൽ ശക്തമായ കാരണമാണ് ചൂണ്ടിക്കാട്ടുന്നത്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലടക്കം ഏജന്റുമാർ അനധികൃതമായ ലേണേഴ്സ് സർട്ടിഫിക്കറ്റ് കൃത്യമായി നൽകുന്നുണ്ടെന്നും പരീക്ഷയിൽ കൃത്രിമം കാണിക്കുന്നുണ്ടെന്നും കണ്ടെത്തിയതിനെ തുടർന്നാണ് നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെന്റർ ഈ സുരക്ഷാ ക്രമീകരണങ്ങൾ കൊണ്ടുവന്നത്. റോഡ് സുരക്ഷയും ലൈസൻസ് പ്രക്രിയയും വിശ്വാസ്യതയും ഉറപ്പാക്കുന്നതിനായി പരീക്ഷ എഴുതുന്നത് മനുഷ്യനാണെന്ന് ഉറപ്പുവരുത്താനും തട്ടിപ്പുകൾ തടയുന്നതിനുമാണ് ഇടവിട്ടുള്ള കാപ്ച സംവിധാനം ഉൾപ്പെടുത്തിയത്. എന്നാൽ തട്ടിപ്പ് തടയാനുള്ള നടപടികൾ സാധാരണക്കാരായ അപേക്ഷകരുടെ അവസരങ്ങളെ ഇല്ലാതാക്കുന്നുവെന്നാണ് നിലവിലെ പ്രധാന വിമർശനം. സാങ്കേതികപരമായി പിന്നോക്കം നിൽക്കുന്ന സാധാരണക്കാർക്കും കമ്പ്യൂട്ടർ പരിജ്ഞാനം കുറഞ്ഞ മുതിർന്ന പൗരന്മാർക്കും ഡ്രൈവിംഗ് ലൈസൻസ് നേടുന്നതിനുള്ള വാതിൽ അടയ്ക്കുന്നതിന് തുല്യമാണ് ഈ പുതിയ പരിഷ്കാരമെന്നാണ് അപേക്ഷകരുടെ പക്ഷം. ലേണേഴ്സ് ലൈസൻസ് പരീക്ഷയുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനോടൊപ്പം സാധാരണക്കാർക്ക് സൗകര്യപ്രദമായ രീതിയിൽ പരീക്ഷ എഴുതാൻ സാധിക്കുന്ന ഒരു സമതുലിതാവസ്ഥ കണ്ടെത്തേണ്ടത് അധികൃതരുടെ ഉത്തരവാദിത്തമാണ്. കാപ്ച ഉപയോഗം കുറയ്ക്കുകയോ അല്ലെങ്കിൽ കാപ്ച നൽകുന്നതിനുള്ള സമയപരിധി വർദ്ധിപ്പിക്കുകയോ അതുമല്ലെങ്കിൽ മറ്റ് ലളിതമായ സുരക്ഷാ മാർഗങ്ങൾ അവലംബിക്കുകയോ ചെയ്യേണ്ടതും അത്യാവശ്യമാണ്. നിലവിലെ സംവിധാനം തുടരുകയാണെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്ന പ്രക്രിയ കൂടുതൽ ദുഷ്കരമാവുകയും റോഡിലിറങ്ങാൻ ലൈസൻസ് കാത്തിരിക്കുന്ന ആയിരക്കണക്കിന് അപേക്ഷകരുടെ സമയം പാഴാക്കുകയും ചെയ്യും.